ഹലോ SLC മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എക്സാമാണ് ആദ്യത്തെ എക്സാം. എല്ലാവർക്കും A+ മേടിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ എക്സാം ആയിരിക്കും. പക്ഷെ ഒന്ന് ശ്രമിച്ചാൽ മതി. ഓക്കെ, ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, A+ മേടിക്കും. നമ്മുടെ ഫസ്റ്റ് A+ ആയിരിക്കും, 10 A+, ആദ്യത്തെ A+ മേടിച്ചിരിക്കും. അതിനുള്ള ഫുൾ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാ വീഡിയോ, എല്ലാ തിയറി, എല്ലാ കാര്യവും ഞാൻ ഈ ചാനലിൽ ഞാൻ തന്നെ ചെയ്തിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം. മക്കളെ, എന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ട ഡേറ്റ്സ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. എന്നാൽ ഞാൻ പറഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് മോഡൽ എക്സാം SSLC IT മോഡൽ എക്സാം എന്നാണ് 20 മുതൽ 30 വരെ ജാനുവരി. ഓക്കെ, അപ്പോൾ ഈ മാസാവസാനം 10 ദിവസം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ ഒന്ന് പഠിച്ചു പോകും. ഓക്കെ, ഈ മോഡൽ എക്സാമിന് കമ്പ്യൂട്ടറൊക്കെ ചെയ്യാൻ സമയം കിട്ടും, ടെസ്റ്റ് ഒക്കെ എഴുതാൻ ചാൻസ് കിട്ടും. അപ്പോൾ ഈ സമയം അതിന് മുൻപ് തന്നെ ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങളൊന്ന് പഠിച്ചാൽ, ഒന്ന് കണ്ടുപോയാൽ നിങ്ങൾക്ക് തെറ്റൊക്കെ ഉണ്ടാക്കേണ്ടത് മോഡലിൽ അങ്ങ് തെറ്റുണ്ടാക്കാം. അല്ലെങ്കിൽ കൺഫ്യൂഷനോ അല്ലെങ്കിൽ ടൂൾസ് കിട്ടാത്തൊക്കെ നിങ്ങൾക്ക് മോഡലിനാ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഫൈനൽ എക്സാം നമ്മളൊരു എക്സ്പെരിമെൻറ്റിങ് അല്ല കേട്ടോ. അപ്പം എൻ്റെ കൂടെ പ്രോപ്പറായിട്ട് പഠിച്ചാൽ മോഡൽ എക്സാമിൽ നമ്മൾ മോഡലായിട്ട് ചെയ്യുന്നു, ഫൈനൽ എക്സാം തകർക്കുന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പൊതുപരീക്ഷ എപ്പോഴാണ് മക്കളെ? ഫെബ്രുവരി SSLC 1 മുതൽ നമ്മുടെ വാലന്റൈൻസ് ഡേ വരെ. ഓക്കെ, വാലന്റൈൻസിനുള്ളിൽ നമ്മൾ സെറ്റ് ആക്കുന്ന എല്ലാവരുടെയും കഴിഞ്ഞിരിക്കുന്ന, അപ്പോഴത്തേക്ക് എല്ലാം നമ്മൾ പഠിച്ചു തീർക്കുന്നു. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി. ബാക്കി ഇനി തിയറി, പ്രാക്ടിക്കൽ. സാർ എന്തൊക്കെ ചാപ്റ്റർ എന്തിനൊക്കെ പഠിക്കണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ, തിയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്കാണ് തിയറി. ഓക്കെ, തിയറി എന്ന് പറയുമ്പോൾ 10 മാർക്കാണ് നിങ്ങൾക്ക് ടോട്ടൽ വരിക. അപ്പോൾ എവിടെ നിന്ന് 5 മാർക്ക് വരിക? MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തരും. 4 ചോയ്സ് ഉണ്ടാവും, അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരും, 4 ഓപ്ഷൻ ഉണ്ടാവും, ഒരെണ്ണം കറക്റ്റ്. അങ്ങനെ 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഓരോ ക്വസ്റ്റ്യൻ 1.5 മാർക്ക് വെച്ചിട്ട്. വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ട്. വെരി ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ബേസിക്കലി നിങ്ങൾക്ക് 1, 2, 3, 4, 5 ഓപ്ഷൻ ഉണ്ടാവും. 5 ഓപ്ഷനിൽ 2 എണ്ണം ശരിയായിരിക്കും. ഓക്കെ, 2 ഓപ്ഷൻ ശരിയായിരിക്കും. അങ്ങനത്തെയും ക്വസ്റ്റ്യൻ പഠിക്കണം. കാരണം ആദ്യ ക്വസ്റ്റ്യൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടും, 2 ക്വസ്റ്റ്യൻ കറക്റ്റ് കിട്ടിയാൽ 1 മാർക്ക് കിട്ടും. അങ്ങനെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 5ലും 2 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ 5 മാർക്ക് ഇവിടെ, 5 മാർക്ക് ഇവിടെ. അത് കിട്ടി. എല്ലാ ചാപ്റ്ററിനും തിയറി ചോദിക്കും കേട്ടോ. പ്രാക്ടിക്കലിലെ ചാപ്റ്ററിന് തിയറി ചോദിക്കാൻ പറ്റില്ല എന്നുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. പ്രാക്ടിക്കൽ പഠിക്കുന്ന ചാപ്റ്ററും തിയറി ചോദിക്കാം, തിയറി പഠിക്കുന്ന ചാപ്റ്റർ പ്രാക്ടിക്കൽ. ഓക്കെ, ഇനി പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ പ്രത്യേക ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല. അപ്പം മനസ്സിലാക്കേണ്ട 4 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, 4 ടൈപ്പ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഓരോന്ന് നിങ്ങൾ എഴുതുക. 7 മാർക്കാണ് വരുന്നത്. അപ്പോൾ 4 × 7 28 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 28 മാർക്ക് പ്രാക്ടിക്കലിന്, ഇവിടെ നിങ്ങൾക്ക് 10 മാർക്ക് തിയറിക്ക്. അപ്പോൾ 38 2 മാർക്ക് നിങ്ങൾക്ക് റെക്കോർഡിന്, നിങ്ങളുടെ CE നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് എഴുതിയില്ലേ, അതിന് 2 മാർക്ക്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടാവുന്നത്. ഫുൾ A+ ആൻസർ എല്ലാ മക്കൾക്കും കിട്ടിയിരിക്കും. ഓക്കെ, ഇനി സാർ ഏതൊക്കെ ചാപ്റ്ററാണ്? ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക, 10 ചാപ്റ്റർ ഉണ്ട്. ബുക്ക് തുറന്ന് നോക്കാത്തവരെ ഒന്ന് തുറന്ന് നോക്കുക, വേഗം വായിച്ചു തുടങ്ങിക്കോ. ഈ കമ്പ്യൂട്ടർ ഇമോജി ഞാൻ കൊടുത്ത കുട്ടികളുണ്ടോ? 1, 2, 3, 4, 6, 8, 9 ഇതൊക്കെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നോക്കിയാൽ ഇവന്മാർ പ്രാക്ടിക്കലിന് ഇതാ വരുള്ളൂ. ഓക്കെ, അപ്പോൾ വേൾഡ് ഓഫ് ഡിസൈനിങ്ങിൽ നിങ്ങൾക്ക് ഡിസൈനിങ്ങിൻ്റെ വരും, പബ്ലിഷിങ്ങിൽ നിങ്ങൾക്ക് പബ്ലിഷിംഗ് വരും, അട്രാക്റ്റീവ് വെബ് ഡിസൈനിൽ നിങ്ങൾക്ക് HTML വരും, പൈത്തൺ വരും, മാപ്പ് റീഡിംഗ് നിങ്ങളുടെ QGIS സാധനം വരും, പിന്നെ നിങ്ങൾക്ക് ഡേറ്റാബേസ് ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് ക്വയറിൻ്റെ സാധനം വരും, പിന്നെ മൂവിങ് ഇമേജസ് നിങ്ങൾക്ക് സിൻഫിക് സ്റ്റുഡിയോ വരും. അപ്പോൾ ഇതൊക്കെയാണ് പ്രാക്ടിക്കൽ വരിക. ഇനി സാർ അപ്പം ബാക്കിയുള്ള ഈ നെറ്റ്വർക്കിങ്ങും വേൾഡ് ഓഫ് ഇൻ്റർനെറ്റും ഇത് മാത്രമാണോ ഇതിന് വരിക? അല്ലല്ല. ഇതിനെന്താ തിയറിക്ക് വരിക? അല്ല. ഇത് മാത്രം എന്താണ് തിയറി പഠിച്ചു പോകരുത്. ഇതിൽ നിന്ന് കൂടുതൽ വരും. അത് പോരാതെ ഇതിൽ നിന്നും തിയറി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ തിയറി ഓൾ ചാപ്റ്റേഴ്സ് ആണ്, പ്രാക്ടിക്കലാണ് ഇവന്മാർ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോ. എല്ലാത്തിൻ്റെയും വീഡിയോ വരുന്നുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഓക്കെ, എൻ്റെ പുതിയ വീഡിയോ വരുന്നതിന് മുൻപ് വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ വർഷത്തെ എല്ലാം പ്രാക്ടിക്കൽ. എല്ലാ വർഷവും സെയിം സംഭവങ്ങൾ, കുറച്ച് കളർ ഡിസൈനൊക്കെ മാറ്റുള്ളൂ. കഴിഞ്ഞ വർഷത്തെ 2023 മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അലൻസാറിൻ്റെ ക്ലാസ്സിനുള്ളത്. ഓക്കെ, അതുണ്ട്. അതേപോലെ കഴിഞ്ഞ വർഷത്തെ ഉണ്ട്, അതിന് മില്യൺസ് ഓഫ് വ്യൂസ് ആണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സാണ് ഞാൻ ഗ്യാരണ്ടി ചെയ്തത്. കാരണം അതേ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ഇപ്പോൾ വേഗം ഓടിച്ചു നോക്കുക ഓരോ സോഫ്റ്റ്വെയർ. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് കൺട്രോൾസ് കിട്ടും. ഈ പ്രാവശ്യം ഞാൻ പുതിയ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്ലേലിസ്റ്റിലെല്ലാം ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ടുണ്ട്, പോയി അടിപൊളിയായിട്ട് കാണാം. പിന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ താഴെ നമ്പറും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യത്തെ A+ മേടിക്കുന്നു. ഓക്കെ, സീ യു.